ഹായ്, നമുക്കിന്ന് പ്രിപ്പോസിഷൻ്റെ ബാക്കി നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെല്ലാം പറഞ്ഞില്ല, ജസ്റ്റ് ഒക്കെ കുറേ എല്ലാമൊക്കെ ഒന്ന് പറഞ്ഞുള്ളായിരുന്നു. അപ്പം പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തെയോ അല്ലെങ്കിൽ സ്ഥലത്തെയോ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി, എവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇന്നുണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നാണ് പ്രധാനപ്പെട്ട അർത്ഥം. എക്സാമ്പിൾ, ബുക്ക് ഈസ് ഇൻ ദ ബാഗ്. ബുക്ക് ബാഗിനുള്ളിലാണ്. ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ ഉപരിതലത്തിൽ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. പൂച്ച മേശപ്പുറത്താണ്. അറ്റ് എന്ന് പറഞ്ഞാൽ ഇൽ. ഷീ ഈസ് വെയിറ്റിംഗ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അവൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നു. അടുത്തത് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ. ബിറ്റ്വീൻ, എമങ്, അങ്ങനെ കുറേ ഉണ്ട്. ഈ അറ്റൊക്കെ പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്, ഓണും ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് വിശാലമായിട്ട് പിന്നെ ക്ലാസ്സിൽ പറയാം, ഇത് കഴിഞ്ഞിട്ടുള്ളത് പറയാം. പക്ഷെ ഇപ്പം പ്രധാനപ്പെട്ട ആ മീനിങ്, അറ്റെന്ന് പറഞ്ഞാൽ ഇൽ, അങ്ങനെ പറയാം. ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, ഇന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക്. എമങ് ഉണ്ട്, ബിറ്റ്വീൻ, അത് കുറേ ഉണ്ട്. അത് നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് പറയാം. പിന്നെ അടുത്തത് പ്രിപ്പോസിഷൻ ഓഫ് ടൈം ഉണ്ട്. അതായത് സമയം അല്ലെങ്കിൽ കാലം, ഇതിനെ കുറിക്കാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, ഇൻ. നേരത്തെ നമ്മൾ ഇന്ന് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു, ഉള്ളിലെന്ന് പറഞ്ഞു. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഇൻ ഡിസംബർ എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ, അങ്ങനെ പറയാം. ഇൻ മാർച്ച്, മാർച്ചിൽ, അങ്ങനെ പറയും. അത് നമുക്ക് ഓരോന്നും സ്പെസിഫൈ ആയിട്ട് പറയുമ്പം പറയാം. ഇപ്പം അവിടെ ആ അർത്ഥം, പ്രധാനപ്പെട്ട അർത്ഥം മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓൺ എന്ന് പറഞ്ഞാൽ ഇത്. ഇവിടെ ഓൺ ഫ്രൈഡേ, വെള്ളിയാഴ്ച. അറ്റ് എന്ന് പറഞ്ഞാൽ ഇക്കിന് എന്നൊക്കെ പറയത്തില്ലേ. അറ്റ് 7 AM, 7 മണിക്ക്. അല്ലെങ്കിൽ അറ്റ് 9 AM, 9 മണിക്ക്. അല്ലെങ്കിൽ അങ്ങനെ അറ്റിന് ഇല്ലെന്നർത്ഥമുണ്ട്. ഇക്ക് ഇന് എന്നുള്ള ഇതിൽ ഉപയോഗിക്കാം. നമ്മൾ മലയാളത്തിൽ ഇക്ക് എന്ന് പറയത്തില്ലേ. അത് അടുത്തത് ബിഫോർ, മുൻപ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ കാലത്തിൽ അല്ലെങ്കിൽ സമയത്ത്. ഇപ്പം അതൊക്കെ ആ ഡ്യൂറിങ് ഒക്കെ വരുന്ന സെപ്പറേറ്റ് ക്ലാസ്സുകളുണ്ട്. അത് ഞാൻ പ്രത്യേകം പറയാം. ഇപ്പം ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നു, അറിയാൻ വേണ്ടി പറയാം. ഫോർ എന്ന് പറഞ്ഞാൽ ആയിട്ടെന്ന് പറയും. ഫോർ 2 hours, 2 മണിക്കൂറായിട്ട്. ഫോറിന് വേറൊരു അർത്ഥമുണ്ട്, വേണ്ടി എന്നുള്ളത്. ഇവിടെ ടൈം പറയുമ്പം ഇങ്ങനെ 4 2 hours കൃത്യമായിട്ട് സമയം എടുത്ത് പറയുമ്പം, കാലയളവ് പറയുമ്പം അത് നമുക്ക് പറയാം. ഇത് നമ്മുടെ ക്ലാസ് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കാൻ പറയുന്നത്. പിന്നെ സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ, സിൻസ് 2010, 2010 മുതൽ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അണ്ടിൽ എന്ന് പറഞ്ഞാൽ വരെ അല്ലെങ്കിൽ അതുവരെ, തുടർന്ന് എന്നൊക്കെ പറയാം. ദി ഷോപ്പ് ഈസ് ഓപ്പൺ അൻറ്റിൽ 10 PM എന്ന് പറഞ്ഞാൽ 10 മണി വരെ ഷോപ്പ് തുറന്നിരിക്കും. ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപ്. ബിഫോർ നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിക്ക് മുമ്പ്. ആഫ്റ്റർ, ശേഷം. ഈ ബിഫോറും ആഫ്റ്ററും ഒക്കെ യൂസ് ചെയ്യുന്ന പല സന്ദർഭങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് പറയാം. ഇപ്പം ഈ അർത്ഥം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. മുൻപ്, ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപ്, ആഫ്റ്റർ ശേഷം. അടുത്തത് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷൻ, ദിശ പറയുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ സഞ്ചരിക്കുന്ന ദിശ, മൂവ്മെൻറ്റിൻ്റെ ദിശ. ടു ലേക്ക് എന്ന് പറയും. ലേക്ക് എന്ന് പറഞ്ഞാൽ ആ തടാകം ലേക്കല്ല. ടു സ്കൂളിലേക്ക്. ടു ഹോസ്പിറ്റലിലേക്ക്, അങ്ങനെ. ടു ദ മോസ്ക് പള്ളിയിലേക്ക്. അടുത്തത് ടുവേർഡ്സ്, നേരെ, നേർക്ക് എന്നൊക്കെ പറയുന്നത്. അതൊരു ചലനം, അതും ചലനം തന്നെ. നേർരേഖയിലോട്ടുള്ള, നേരെയുള്ള ആ ചലനത്തിനാണ് ടുവേർഡ്സ്, നേരെ, നേർക്ക്, ഡയറക്ഷൻ. അടുത്തത് ഇൻടു, ഉള്ളിൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക്, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിനോ അല്ലെങ്കിൽ ഇപ്പം ഒരെണ്ണത്തിൻ്റെ അകത്തേക്ക് എന്നൊക്കെ പറയാൻ വേണ്ടി. ഹി വെന്റ് ഇൻടു ദ ഹൗസ്, വീടിൻ്റെ അകത്തേക്ക് പോയി. അല്ലെങ്കിൽ ഇൻടു ദ ബോക്സ്, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. ഓരോന്ന് സെക്ഷൻ തിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ഇതിപ്പം ഈ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇൻടു വരുന്ന അടുത്തത് ഷീ ഡൈവ്ഡ് ഇൻടു ദ വാട്ടർ. അവൾ വെള്ളത്തിലേക്ക് ഉള്ളിട്ടു. അപ്പോൾ ഇൻടു, വെള്ളത്തിനുള്ളിലേക്ക്, അകത്തേക്ക്. എക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ. അതും ഒക്കെ നമുക്ക് പഠിക്കാം. പിന്നെ പ്രിപ്പോസിഷൻ ഓഫ് മാനർ ഉണ്ട്. ഇത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറയുന്നേ ഉള്ളൂ. തുടക്കക്കാരെ എൻ്റെ ഇത് തുടർന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ട്, തുടർന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെ അല്ലെങ്കിൽ ഏത് വഴി നടന്നു, എന്ത് കാരണം കൊണ്ട് നടന്നു, ആ മാനർ പറയുന്നത്, രീതി. ഇത് ഇപ്പം ബൈ എന്ന് പറഞ്ഞാൽ ആൽ. ഷീ ട്രാവൽഡ് ബൈ ട്രെയിൻ. ട്രെയിനിൽ യാത്ര ചെയ്തു എന്ന് പറയാൻ. അടുത്തത് വിത്ത്, കൂടെ. ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ. ആസ് എന്ന് പറഞ്ഞാലും പോലെ എന്നാണ്, ആയിട്ട് എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. അത് നമുക്ക് പഠിക്കാം. അപ്പം ഇത് പ്രപ്പോസിഷൻ ഓഫ് ടൈം എന്ന് പറയുന്നതുകൊണ്ട്, പ്ലേസ് ഉണ്ട്, മാനർ ഉണ്ട്, അങ്ങനെ പല ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കേ. ഓക്കെ.